നമസ്കാരം. ഏഷ്യ ലൈവ് ടി വിയുടെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വരുന്ന മെയ് മാസം 18 വൈകിട്ട് 4:30 രാഹുകേതുക്കളുടെ രാശിമാറ്റം സംഭവിക്കുകയാണ്. രാഹു ഇപ്പോൾ മീനം രാശിയിലും കേതു കന്നി രാശിയിലുമാണ് നിലകൊള്ളുന്നത്. ഈ രാഹുകേതുക്കൾ ഓരോ രാശി വീതം പുറകോട്ടിറങ്ങുകയാണ് ഈ മാറ്റത്തിൽ ഉണ്ടാകുന്നത്. സാധാരണ ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാഹുകേതുക്കൾ തിരിച്ചു കറങ്ങുന്നു എന്നുള്ളതാണ് സങ്കല്പം. രാഹുവും കേതുവും രണ്ട് ബിന്ദുക്കളാണ്. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം തുടങ്ങിയ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്ന രാശിചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് നോഡുകളാണ്, രണ്ട് ബിന്ദുക്കളാണ് രാഹുവും കേതുവും. അപ്പോൾ ഈ രാഹുകേതുക്കളുടെ ഗതി പിന്നേക്കാണ്, റിവേഴ്സ് മൂവ്മെൻ്റ് എന്ന് പറയാം. അപ്പം മെയ് 18 വൈകിട്ട് 4:30 രാഹു മീനൻ രാശിയിൽ നിന്ന് കുംഭത്തിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങത്തിലേക്കുമാണ് മാറുന്നത്. ആ മാറ്റം ഓരോ കൂറുകാർക്കും എപ്രകാരം ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം ഇവ ചേർന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ രാഹു 12-ലാണ്, 11-ലേക്കാണ് രാഹു മാറുന്നത്. വളരെ അനുകൂലമായ മാറ്റമാണ്. ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകും, പുരോഗതി ഉണ്ടാകും, സാമ്പത്തികമായി വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ നല്ല പുരോഗതി, ഗുണാനുഭവങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം. മനസ്സിന് സന്തോഷകരമായ അനുഭവങ്ങൾ, കാര്യവിജയം, പല രീതിയിലുള്ള സുഖ അനുഭവങ്ങൾ ഇതെല്ലാം 11-ലേക്കുള്ള രാഹുവിൻ്റെ മാറ്റം കൊണ്ട് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ രാഹുവിൻ്റെ ഈ മാറ്റം മേടക്കൂറുകാർക്ക് വളരെ ഗുണകരമാണ്. അഭീഷ്ടസിദ്ധി ഉണ്ടാകും. ജീവിതത്തിൽ കൂടുതൽ അനുകൂലമായ അനുഭവങ്ങളുണ്ടാകും. ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ, വിവിധ രീതിയിലുള്ള സുഖ അനുഭവങ്ങൾ ഇതെല്ലാമാണ് ഫലങ്ങൾ. അടുത്തത് ഇടവക്കൂറുകാർക്ക് കാർത്തിക അവസാന 45 നാഴിക, രോഹിണി മകയിരം ആദ്യ പകുതി ഇത്രയും ചേർന്ന ഇടവക്കൂറുകാർക്ക് രാഹുവിൻ്റെ മാറ്റം എപ്രകാരമെന്ന് നോക്കിയാൽ, രാഹു മാറുന്നത് 10-ാം ഭാവത്തിലേക്കാണ്. 10-ലെ രാഹു അത്ര അനുകൂലമായിരിക്കുകയില്ല. അപ്പോൾ രാഹുവിൻ്റെ ഈ രാശിമാറ്റം കൊണ്ട് ഇടവക്കൂറുകാർക്ക് പൊതുവെ ദോഷകരമായ ചില അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും അത്ര തൃപ്തികരമല്ലാത്ത നില അനുഭവപ്പെട്ടേക്കാം. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ലഘുവായ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കർമ്മരംഗത്ത് അത്ര ഗുണകരമല്ലാത്ത ചില മാറ്റങ്ങൾ വരാം. എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മതയും ശ്രദ്ധയും വെച്ച് പുലർത്തേണ്ടത് ആവശ്യമാണ്. ശനിയുടെ സ്വക്ഷേത്രമായ കുംഭത്തിലേക്കാണ് രാഹു മാറുന്നത് എന്നുള്ളത് കൊണ്ട് രാഹുവിൻ്റെ രാശിമാറ്റം കൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങൾ പൊതുവെ കുറവായിരിക്കും. അടുത്തത് മിഥുനക്കൂറാണ്.
മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഇവ ചേർന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 9ലേക്കാണ് രാഹു വരുന്നത്. 9ലേക്കുള്ള രാഹുവിൻ്റെ മാറ്റം അത്ര അനുകൂലമായിരിക്കുകയില്ല. ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. പ്രവർത്തന രംഗത്ത് പ്രതികൂലമായിട്ടുള്ള പല സാഹചര്യങ്ങൾക്കും സാധ്യതയുണ്ട്. ഭാഗ്യസ്ഥാനമായ 9ാം ഇടത്ത് രാഹു വരുന്നതിനാൽ അപ്രതീക്ഷിത നിർഭാഗ്യങ്ങൾ പലതും അനുഭവപ്പെടാം. ഭാഗ്യദോഷങ്ങൾ നിമിത്തം ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾക്ക് സാധ്യത ഉണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകണം. ഇല്ലാത്തപക്ഷം പല വിധത്തിലുമുള്ള ക്ലേശങ്ങൾ അനുഭവപ്പെടുന്നതിന് സാധ്യത കാണുന്നുണ്ട്. രാഹുവിൻ്റെ മാറ്റം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 9ൽ ഭാഗ്യസ്ഥാനത്തേക്കുള്ള രാഹുവിൻ്റെ വരവ് വളരെയധികം ദോഷകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് കാരണമാകും. അതിന് പ്രതിവിധിയായിട്ട് അഷ്ടനാഗ കലശം എന്ന് പറയുന്ന ചടങ്ങ് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. കർക്കിടകക്കൂറാണ് അടുത്തത്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം ഇവ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് രാഹു മാറി വരുന്നത് 8ലേക്കാണ്. അഷ്ടമത്തിലെ രാഹു ഒട്ടും തന്നെ അനുകൂലമായിരിക്കുകയില്ല. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ദോഷകരമായിട്ടുള്ള അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. ശരീരവേദനകൾ വർദ്ധിക്കാനിടയുണ്ട്. നാഡി മർമ്മ സംബന്ധമായ വേദനകളും ക്ലേശങ്ങളും അധികരിക്കുന്നതിന് സാധ്യതയുണ്ട്. മനസ്സിന് വല്ലാതെ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ, ഇച്ഛാഭംഗം ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾക്കെല്ലാം അഷ്ടമത്തിലെ രാഹു കാരണമായേക്കാം. അതോടൊപ്പം ഭക്ഷ്യ വിഷബാധ അനുഭവപ്പെടാനിടയുണ്ട്. ഭക്ഷണം വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നിങ്ങൾ അശ്രദ്ധയോടെയും വേണ്ടത്ര ചിന്തിക്കാതെയും ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്യുന്നതും അശ്രദ്ധയോടുകൂടി അവ ഉപയോഗിക്കുന്നതും നിങ്ങൾക്ക് ഫുഡ് പോയ്സണിങ് പോലെയുള്ള കാര്യങ്ങൾക്ക് കാരണമാകാം. വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും കാര്യങ്ങൾ ചെയ്യുക. അഷ്ടനാഗ പൂജ നടത്തുന്നത് ഈ രാഹുകേതുക്കളുടെ ദോഷശാന്തിക്ക് വളരെ നല്ലതാണ്. മകം, പൂരം, ഉത്തരത്തിൽ കാൽ ഇവ ചേർന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രാഹു മാറി വരുന്നത് 7ാം ഭാവത്തിലേക്കാണ്. ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സ്ഥാനത്തേക്കാണ് രാഹുവിൻ്റെ മാറ്റം. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ, കാര്യങ്ങൾക്ക് പരാജയം, മനസ്സിന് ക്ലേശമുണ്ടാക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ, യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ ഉണ്ടാകാം. യാത്രകൾക്കിടയിൽ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാര്യപരാജയങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. നിവൃത്തി സ്ഥാനമായ 7ാം ഇടത്തേക്ക് രാഹു വരുന്നതിനാൽ ഉദ്ദേശിച്ച് പരിശ്രമിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ, അഭിപ്രായ ഭിന്നതകൾ, അഭിപ്രായ അനൈക്യം, അതിൽ നിന്നുണ്ടാകാവുന്ന വാക്ക് തർക്കങ്ങൾ, മനപ്രയാസങ്ങൾ ഇത് വന്നു ചേരാൻ ഇടയുണ്ട്. വളരെ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. ശിവക്ഷേത്രത്തിൽ ക്ഷീരധാര നടത്തുന്നത് വളരെ ഗുണം ചെയ്യും. ഉത്തരത്തിൽ മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി ഇവ ചേർന്ന കന്നിക്കൂറുകാർക്ക് രാഹു മാറി വരുന്നത് 6ലേക്കാണ്.
രാഹുവിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സ്ഥാനമാണ് 6-ാം ഇടം. നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ, മനസ്സിന് സന്തോഷകരമായിട്ടുള്ള പല അനുഭവങ്ങൾ, സാമ്പത്തികമായ ഉയർച്ച, കാര്യവിജയം, വളരെ ജീവിതത്തിൽ ദീർഘമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഫലപ്രദമായി തീരുക, മനസ്സിൻ്റെ അഭീഷ്ടങ്ങളെല്ലാം സാധിക്കുക, ശാരീരിക ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ വളരെയധികം തൃപ്തികരമായ സാഹചര്യം നിലനിൽക്കുക തുടങ്ങിയ ഒട്ടേറെ ഗുണാനുഭവങ്ങൾ 6-ലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് ഉണ്ടാകുന്നതാണ്. ശിവക്ഷേത്രത്തിൽ നന്നായി ദർശനം നടത്തി പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് നല്ലതാണ്. അടുത്തത് തുലാക്കൂറാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഇവ ചേർന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് രാഹുകേതുക്കൾ മാറുമ്പോൾ രാഹു വരുന്നത് 5-ലേക്കാണ്. 5-ലേക്കുള്ള രാഹുവിൻ്റെ മാറ്റം ഗുണദോഷ സമ്മിശ്രമാണ്. ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നുകൊള്ളണമെന്നില്ല. അപ്രതീക്ഷിത തടസ്സങ്ങൾ പല കാര്യങ്ങളിലും അനുഭവപ്പെടാം. യാത്രാക്ലേശം, ശാരീരികമായ അലച്ചിലുകൾ, മനപ്രയാസങ്ങൾക്ക് കാരണമാകുന്ന അനുഭവങ്ങൾ തുടങ്ങി പല കാര്യങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട്. വളരെയധികം ശ്രദ്ധാപൂർവം കാര്യങ്ങളെല്ലാം ചെയ്ത് മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് കാണുന്നത്. രാഹുകേതുക്കളുടെ മാറ്റം ഉണ്ടാകുന്ന ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ജലധാര ശനിയാഴ്ച തോറും ചെയ്യുന്നത് നല്ലതാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട ഇവ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് 4-ലേക്കാണ് രാഹുവിൻ്റെ മാറ്റം ഉണ്ടാകുന്നത്. വളരെ ദോഷകരമായിട്ടുള്ള ഒരു സ്ഥാനമാണ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, അപ്രതീക്ഷിതമായ മനപ്രയാസങ്ങൾക്ക് കാരണമാകുന്ന അനുഭവങ്ങൾ, സാമ്പത്തികമായ നഷ്ടങ്ങൾ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം, കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖങ്ങൾ, അസ്വസ്ഥതകൾ ഇവയൊക്കെ ഉണ്ടായിട്ട് വരാൻ സാധ്യതയുള്ള പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ഗൃഹത്തിന് ജീർണത ബാധിക്കുക, വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുക, വാഹന സംബന്ധമായി ഉണ്ടാകാൻ സാധ്യതയുള്ള പല പ്രയാസങ്ങൾ, ഇതിനൊക്കെ സാധ്യതയുണ്ട്. നിങ്ങൾ സർപ്പക്കാവ് മറ്റും സൂക്ഷിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ശരിയായ രീതിയിൽ ചിന്തിച്ച് ഉചിത പ്രതിവിധി ചെയ്യേണ്ടതാണ്. അഷ്ടനാഗ കലശം ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ നന്നായിരിക്കും. മൂലം, പൂരാടം, ഉത്തരാടത്തിൽ കാൽ ഇവ ചേർന്ന ധനുക്കൂറുകാർക്ക് രാഹുവിൻ്റെ മാറ്റം വളരെ ഗുണകരമാണ്. 3-ലേക്കാണ് രാഹു മാറുന്നത്. എല്ലാ കാര്യങ്ങളിലും വളരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുക, തൊഴിൽപരമായിട്ട് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുക, സാമ്പത്തിക പുരോഗതി, അവനവൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ഉള്ള സ്ഥലം മാറ്റം, തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് വളരെ തൃപ്തികരമായ അന്തരീക്ഷം, വളരെ സംതൃപ്തികരമായ സാഹചര്യങ്ങൾ നിലവിൽ വരിക, സാമ്പത്തികമായിട്ട് നല്ല നേട്ടങ്ങൾ, പുരോഗതി, ആരോഗ്യകാര്യങ്ങളിൽ വളരെ ഗുണമുണ്ടാകുക തുടങ്ങി ധനുക്കൂറുകാർക്ക് രാഹുകേതു മാറ്റം വളരെ അനുകൂലമാണ്. അടുത്തത് മകരക്കൂറാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഇവ ചേർന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് രാഹു മാറി വരുന്നത് 2-ലേക്കാണ്. അത് അത്ര ഗുണകരമായിരിക്കുകയില്ല. 2-ൽ രാഹു വരുന്നത് കൊണ്ട് സ്വസ്ഥതക്കുറവുകൾ വരാം, സുഖക്കുറവുകൾ, ഉറക്കത്തിന് പ്രയാസങ്ങൾ, വളരെ മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന അനുഭവങ്ങൾ, ആരോഗ്യത്തെ ബാധിക്കുന്ന തീവ്രമായ മാനസികാവസ്ഥ അനുഭവപ്പെടുക, ഇച്ഛാഭംഗം, മനക്ലേശം ഇതൊക്കെ വർദ്ധിച്ചു വരിക, ഇതിനൊക്കെ സാധ്യതയുണ്ട്. സംഭാഷണത്തിൽ നല്ലതുപോലെ നിയന്ത്രണം ശീലിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് മുൻകോപം വർദ്ധിച്ചിട്ട് കൂടുതൽ ആലോചിക്കാതെ വർത്തമാനം പറയുന്ന ഒരു സ്വഭാവം വരും. അത് നമുക്ക് പല രീതിയിൽ പ്രയാസങ്ങൾക്ക് കാരണമാകും.
അപ്പോൾ നല്ല ആത്മനിയന്ത്രണം ശീലിക്കുക, ഭക്ഷണ കാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കുക. നമുക്ക് ആരോഗ്യത്തിന് പ്രയാസമുണ്ടാകാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഉദരവ്യാധി അനുഭവപ്പെടുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം എല്ലാ ശീലങ്ങളും നിരീക്ഷിച്ച് നിയന്ത്രിച്ച് മുമ്പോട്ട് പോകണം. സംഭാഷണത്തിൽ വളരെ ആത്മനിയന്ത്രണം ശീലിക്കുകയും വേണം. ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും ജലധാര നടത്തുന്നത് വളരെ ഗുണം ചെയ്യും. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഇവ ചേർന്ന കുംഭം രാശിക്കാർക്ക് ജന്മക്കൂറിലേക്കാണ് രാഹുവിൻ്റെ വരവ്. കേതുവാകട്ടെ 7ലേക്കുമാണ്. അപ്പോൾ ഒട്ടും തന്നെ അത്ര ഗുണകരമല്ല. ജന്മരാഹു പല രീതിയിലുള്ള അസ്വസ്ഥതകൾക്ക് കാരണമാകും. സാമ്പത്തികമായ നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ, തൊഴിൽ രംഗത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം വീഴ്ച, പരിക്കുകൾ ഇവ ഉണ്ടാകാതെ പ്രത്യേകം സൂക്ഷിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വെച്ച് പുലർത്തുക. ഭക്ഷ്യവിഷബാധ അനുഭവപ്പെടുന്ന സാഹചര്യം പാടെ ഒഴിവാക്കണം. നമ്മൾ ആഹാരകാര്യത്തിൽ നല്ല നിയന്ത്രണം ശീലിക്കണം. നമുക്ക് പിടിക്കാത്ത ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. ഭക്ഷണം വളരെ വൃത്തിയോടും ശുചിത്വത്തോടും കൂടി ഉപയോഗിക്കുന്നതിന് പ്രത്യേകമായിട്ട് കരുതൽ എടുക്കുക. ജന്മരാഹുവിൻ്റെ ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ഒരു ക്ഷീരധാര നടത്തുന്നത് നന്നായിരിക്കും. അടുത്തത് മീനക്കൂറാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി ഇവ ചേർന്ന മീനക്കൂറുകാർക്ക് 12ലേക്കാണ് രാഹു മാറി വന്നിരിക്കുന്നത്. അത് ഒട്ടും തന്നെ അനുകൂലമല്ല. കാര്യതടസ്സങ്ങൾ, കാര്യപരാജയങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പരാജയങ്ങൾ, ഇച്ഛാഭംഗം, മനക്ലേശം, പല രീതിയിലുള്ള അസ്വസ്ഥതകൾ ഇതിനൊക്കെ ഇടയുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ അനുഭവിച്ചേക്കാം. സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലാത്ത പക്ഷം അത് കാരണമായിട്ട് കലഹങ്ങളോ അസ്വസ്ഥതകളോ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. നാഡീമർമ്മ സംബന്ധമായ വേദനകളും പ്രയാസങ്ങളും വന്നു ചേരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. അഷ്ടനാഗ കലശം എന്ന ചടങ്ങ് 12ലെ രാഹുവിൻ്റെയും 6ലെ കേതുവിൻ്റെയും ദോഷപരിഹാരാർത്ഥം ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. നന്ദി, നമസ്കാരം.